ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സഞ്ജു സാംസൺ ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാ സഞ്ജു സാംസൺ ഫാൻസും ഒരു വീഡിയോയെ ആ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ICC T20 റാങ്കിങ് പുറത്തേക്ക് വന്നിരുന്നു. ആ ഒരു റാങ്കിങ് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ 22ാം സ്ഥാനത്തും അതുപോലെ തന്നെ തിലക് വർമ്മ 3ാം സ്ഥാനത്തുമാണ്. ആളുകളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്, എങ്ങനെയാണ് തിലക് വർമ്മ 3ാം സ്ഥാനത്തെത്തിയത്? സഞ്ജു സാംസൺ 22ാം സ്ഥാനത്തും പുള്ളി 3 സെഞ്ചുറി അടിച്ചു. തിലക് വർമ്മ 2 സെഞ്ചുറി, വളരെ കുറവ് T20 മാച്ചസുമാണ് കളിച്ചത്. പിന്നെ എങ്ങനെയാണ് സഞ്ജു സാംസൺ 22 തിലക് വർമ്മ 3ാം സ്ഥാനത്ത് പോയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും കളിയുണ്ടോ എന്ന് വരെ ആളുകൾ ചോദിക്കുന്നുണ്ട്. സോ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കളിയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ട് സഞ്ജു സാംസൺ തിരിച്ചടി ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ആ ഒരു 2 ഡക്കായിരിക്കാം. കാരണം സഞ്ജു സാംസൺ 2 ഡക്കിന് പുറത്തു പോയിരുന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് തിലക് വർമ്മ കുറച്ച് കളിയാണ് കളിച്ചിട്ടുള്ളത്, സഞ്ജു സാംസൺ കൂടുതൽ കളിയും കളിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഇത് വെച്ചാണ് റാങ്കിങ് നോക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ തിലക് വർമ്മയ്ക്ക് എന്താ പറയുക, നല്ല രീതിയിൽ റാങ്കിങ്ങിൻ്റെ ഹൈപ്പുണ്ട്. തിലക് വർമ്മ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് റൺ എടുക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം എന്താ പറയുക, ഡക്കിലൊന്നും അധികം ഔട്ടായിട്ടില്ല. സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് ഡക്കിന് ഔട്ടായി. സോ ഡക്ക് എന്ന് പറയുമ്പോഴത്തേനും അത് മൈനസായിട്ട് വരുന്നതാണ് സംഭവങ്ങളൊക്കെ. സോ അങ്ങനെ നോക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ഈ ഒരു 22ാം സ്ഥാനത്ത് ആയിപ്പോയത്. ഒരു പക്ഷേ ഒരു 30-ന് മുകളിൽ റൺസെങ്കിലും സഞ്ജു സാംസൺ ഈ ഒരു 2 ഇന്നിങ്സിലും എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് 5-ൽ സഞ്ജു സാംസൺ വരുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.